ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. ഈ വർഷത്തെ ഐഫോൺ 17 സീരീസിൽ ഒരു പുതിയൊരു ഫോൺ കൂടിയുണ്ട്. ഐഫോണിൻ്റെ 17 എയർ. അതായത് ഇപ്പോൾ ഉള്ള ഫോണിൽ വെച്ച് ഏറ്റവും സ്ലിമ്മസ്റ്റ് ആയിട്ടുള്ള ഫോൺ. ഇപ്പോൾ ഓൾറെഡി ഉള്ളത് സാംസങ്ങിൻ്റെ S25 എഡ്ജ് ആണ്. അതിനേക്കാളും തിക്നെസ് കുറഞ്ഞ ഫോണാണ് ഐഫോണിൻ്റെ 17 എയർ എന്നുള്ളത്. പുതിയൊരു മോഡൽ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ സ്പെക്ക് എങ്ങനെയായിരിക്കും, പ്രൈസ് എന്താണ്, അതൊക്കെ അറിയാൻ വേണ്ടി നല്ലൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവും അല്ലേ. അപ്പം ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരാം. ഓൾറെഡി ഇപ്പം ലീക്സിലൊക്കെ വന്ന അനുസരിച്ച് തന്നെയാണ് എപ്പോഴും ആപ്പിളിൻ്റെ ഐഫോണൊക്കെ ലോഞ്ച് ചെയ്യാറ്. അതുപോലെ തന്നെയാണ് വരാറ്, ഒരു വ്യത്യാസം ഉണ്ടാവാറില്ല. അപ്പം എല്ലാം ഞാൻ പറഞ്ഞുതരാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഈ ഒരു ഫോണിൻ്റെ ഡിസൈൻ, ഇതാണ് ഡിസൈൻ. അതായത് ഇപ്പോൾ ഉള്ള ഐഫോൺ 16 പോലെ തന്നെ ഒരു സിംഗിൾ ക്യാമറയാണ് ഇതിൽ വരുന്നത്. അതിൻ്റെ പുറകിലായിട്ട് ഒരു വലിയൊരു ക്യാമറ ബമ്പ് വരുന്നുണ്ട്. അതാണ് ഒരു മേജറായിട്ടുള്ള വ്യത്യാസം. 16 ആ ഒരു ക്യാമറ ബമ്പ് വരുന്നില്ല. ഇതിലേക്ക് വരുമ്പോൾ ആ ഒരു ക്യാമറ ബമ്പ് വലുതായിട്ട് വരുന്നുണ്ട്. ബാക്കിയുള്ള പ്രോ മോഡലിലൊക്കെ തന്നെ ഈ ഒരു ക്യാമറ ബമ്പൊക്കെ തന്നെ വരുന്നുണ്ട്. ഇപ്പോഴത്തെ എല്ലാ മോഡലിലും ഈ ക്യാമറ ബമ്പ് തന്നെ വരുന്നുണ്ട്. എസ്പെഷ്യലി ഈ നോൺ പ്രോ, അതായത് 17 ഒഴിച്ച് ബാക്കി എല്ലാ മോഡലുകളിലും ഈ പറഞ്ഞ ക്യാമറ ബമ്പ് വരുന്നുണ്ട്. കാണാൻ എങ്ങനെയുണ്ട്? രസമുണ്ട്. ആപ്പിൾ അതാണ്, ഐഫോൺ എന്തിറക്കിയാലും അത് ആദ്യം ആൾക്കാർ കളിയാക്കും, പക്ഷെ പിന്നീട് അത് എന്തായാലും ഇഷ്ടപ്പെടും. കാരണം അതങ്ങനെയാണ്. അത് ഏതൊരു പ്രീമിയം ആയിട്ടുള്ള എന്ത് സാധനം എന്തിറക്കിയാലും ആദ്യം ആൾക്കാർ കളിയാക്കും. ഇപ്പോഴത്തെ ഡിസൈൻ, ആ ഒരു ട്രിപ്പിൾ ക്യാമറ ഡിസൈൻ ഐഫോൺ ലെവലിൽ വന്ന സമയത്ത് ഭയങ്കര അധികം എന്താ പറയുക, എല്ലാവരും ആർക്കും അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ ഗ്രാജുവലി അതങ്ങ് ഇഷ്ടപ്പെടും. അതങ്ങനെയാണ്. അത് അത്രയേ ഉള്ളൂ. അതിൻ്റെ അപ്പുറത്ത് വേറെ ഫോണില്ല, എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് അത് ഇഷ്ടപ്പെട്ടേ പറ്റുള്ളൂ. അതങ്ങനെയാണ്. അപ്പോൾ ഈ ഒരു ഫോണിൻ്റെ ഡിസൈനും അങ്ങനെ തന്നെയാണ് ഉണ്ടാവുന്നത്. ആദ്യം ചിലപ്പോൾ ചില ആൾക്ക് ഇഷ്ടപ്പെടില്ല, പിന്നെ അത് ഇഷ്ടപ്പെട്ട് വരും. അപ്പോൾ ഇതിൻ്റെ ക്യാമറ മൊഡ്യൂളും കാണാൻ സിംഗിൾ ക്യാമറ മാത്രമേ ഉള്ളൂ, പക്ഷേ രസമുണ്ട്. അതാണ്. ഇപ്പോൾ ടൈറ്റാനിയം ഫ്രെയിം ഒന്നല്ല വരുന്നത്, അലുമിനിയത്തിൻ്റെ ഫ്രെയിമാണ് വരുന്നത്. അപ്പോൾ തന്നെ പ്രൈസ് കുറഞ്ഞിട്ടാണ് വരുന്നത് എന്നുള്ളതിനൊരു ഇത് കിട്ടിയിട്ടുണ്ട്. അലുമിനിയം ആണെങ്കിൽ പോലും, തിക്നെസ് കുറഞ്ഞ ഫോണാണെങ്കിൽ പോലും അങ്ങനെ ഒടിയത്തൊന്നുമില്ല കേട്ടോ. ഒടിയാൻ ചാൻസ് ഇല്ല. അത്രക്കും നല്ലൊരു അലുമിനിയം ഫ്രെയിമാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ തിക്നെസ് 5.5 mm തിക്നെസ് ആണ് ഈ ഒരു ഫോണിന് വരുന്നത്. S25 എഡ്ജിനാണെങ്കിൽ 5.8 mm തിക്നെസ് ആയിരുന്നു ഉണ്ടായത്. ഇതിലേക്ക് വരുമ്പോൾ അതിനെക്കാട്ടി കുറഞ്ഞിട്ട് 5.5 mm തിക്നെസ് മാത്രമേ വരുന്നുള്ളൂ. 145 ഗ്രാമാണ് വെയിറ്റ് വരുന്നത്. തിക്നെസ് മാത്രമല്ല, വെയിറ്റും നല്ലോണം കുറവാണ്. പിന്നെ ആ ഒരു ക്യാമറ കൺട്രോൾ ബട്ടണും ഇപ്രാവശ്യം കൊടുത്തിട്ടുണ്ട്. എനിക്കറിയുന്നില്ല എന്തിനാണ് ഈ ക്യാമറ കൺട്രോൾ ബട്ടൺ. ആരും അങ്ങനെ യൂസ് ചെയ്ത് ഞാൻ കണ്ടിട്ടേ ഇല്ല, അങ്ങനെ പറയാറേ ഇല്ല ആരും. വെറുതെ ഒരു ബട്ടൺ, അത് കറക്റ്റായിട്ട് യൂസ് ചെയ്യാനും പറ്റാത്ത സംഭവമാണ്. പിന്നെ ഡിസ്പ്ലേ ആണെങ്കിൽ 6.6 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ് ഇപ്രാവശ്യം വരുന്നത്. അതും പ്രോ മോഷൻ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റും എൻ്റെ എല്ലാ ലൈനപ്പിലെ ഫോണിലും ഉണ്ടാകുമെന്നും പറയുന്നുണ്ട്. ഒരുപാട് വർഷമായില്ലേ, ഇനിയെങ്കിലും കൊടുക്കാൻ ടൈമായി. ഇനിയും കൊടുത്തിട്ടില്ലെങ്കിൽ പിന്നെ എന്താണ്, ആൾക്കാർ എന്താ പറയുക. അതുകൊണ്ട് കൊടുക്കാൻ ടൈമായി. ഇപ്പോൾ ആൻഡ്രോയിഡ് ഫോണിലാണെങ്കിൽ 7000 രൂപയുടെ ഫോണിലാണെങ്കിൽ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ അതായിട്ട് കമ്പയർ ചെയ്യുന്നതല്ല, എന്നാലും കൊടുക്കാനായിട്ട് ഇത്രയും പൈസ കൊടുത്തിട്ട് ഐഫോൺ വാങ്ങുമ്പോൾ അതിൽ 120 ഹെർട്സിൻ്റെ ഹയർ റിഫ്രഷ് റേറ്റ് ഇല്ല എന്ന് പറയുന്നത് ഭയങ്കര അധികം നാണക്കേടാണ്. അപ്പോൾ ഇപ്രാവശ്യമെങ്കിലും 120 ഹെർട്സ് റിഫ്രഷ് റേറ്റ് കൊടുക്കും എന്ന് കേൾക്കുന്നുണ്ട്. കൊടുത്താൽ നല്ലത് എന്തായാലും ഉണ്ടാവും കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ലീക്സിൽ എന്താണോ വരുന്നത് എക്സാക്ട് സാധനം തന്നെയാണ് ലോഞ്ച് ചെയ്യാറ്. അപ്പം ഇപ്രാവശ്യത്തെ എല്ലാ ഫോണിലും 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് കൊടുത്തിട്ടുണ്ട്. ഇറ്റ്സ് ഗുഡ്. പിന്നീട് എന്താണ്, ക്യാമറ സിംഗിൾ ക്യാമറയാണ്. 48 MB സിംഗിൾ ക്യാമറയാണ് റിയറിൽ വരുന്നത്. സെൽഫി ക്യാമറ 24 MB ആയിട്ട് കൂട്ടിയിട്ടുണ്ട്. ഇതിന് മുമ്പത്തെ എല്ലാ ഫോണിലും 12 MB സെൽഫി ക്യാമറ, 12 ആണോ 13 ആണോ, 12 MB സെൽഫി ക്യാമറയാണ് ഉണ്ടായത്. പക്ഷേ ഇപ്രാവശ്യത്തെ എല്ലാ ഫോണിലും 24 MB സെൽഫി ക്യാമറയാണ് വരുന്നത്. നല്ലൊരു കാര്യമാണ്. ഇമ്പ്രൂവ് ചെയ്യാൻ ഒരുപാട് ടൈമാണ്. കാരണം എനിക്ക് പേഴ്സണലി ഇഷ്ടമല്ല കേട്ടോ ഐഫോണിൽ സെൽഫി ഫോട്ടോസ് എടുക്കുന്നത്. വീഡിയോസ് കുഴപ്പമില്ല, ഫോട്ടോസ് എടുക്കുന്നത് ഭയങ്കര അധികം അത്ര രസമേ ഇല്ല, എന്തൊരു പോലെയാണ് തോന്നുന്നത്. അപ്പം ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ടൈം അന്നേ കഴിഞ്ഞു. ഇപ്രാവശ്യം ഇമ്പ്രൂവ് ചെയ്യുന്നത് നല്ല കാര്യം. സെൽഫി ക്യാമറ ഇമ്പ്രൂവ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. റിയർ ക്യാമറ നോർമൽ തന്നെയാണ്, സിംഗിൾ ക്യാമറ മാത്രമേ വരുന്നുള്ളൂ. ടെലിഫോട്ടോ, അൾട്രാ വൈഡ് ഒന്നും വരുന്നില്ല. എനിക്കൊന്ന് അൾട്രാ വൈഡ് കൊടുക്കായിരുന്നു കേട്ടോ. ഈ നോൺ പ്രോയിൽ പോലും അൾട്രാ വൈഡ് വരുന്നുണ്ട്. അപ്പം പിന്നെ ഇതിലെന്താണ് അൾട്രാ വൈഡ് കൊടുക്കാതെ? അൾട്രാ വൈഡ് യൂസ്ഫുള്ളാണ്, ഐഫോണിൽ യൂസ്ഫുള്ളാണ്. വീഡിയോസ് എടുക്കാനും ഫോട്ടോസ് എടുക്കാനും നല്ല ക്വാളിറ്റിയിൽ നല്ല സ്മൂത്തായിട്ട് വീഡിയോസൊക്കെ കിട്ടുന്നുണ്ട്. അപ്പം അൾട്രാ വൈഡ് ഇല്ല എന്ന് പറയുന്നതും ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ടുള്ള കാര്യമാണ്. ഇനി പെർഫോമൻസ് ആണെങ്കിലും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബയോണിക് 19 ചിപ്പാണ് ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുള്ളത്.
12 GB റാമും ഉണ്ടാകുമെന്നും കേൾക്കുന്നുണ്ട്. കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആപ്പിൾ ഇൻ്റലിജൻസ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 12 GB റാം എല്ലാ ഫോണിലും കൊടുക്കുന്നത്. കൊടുക്കുമോ എന്നുള്ളതിനൊരു ഡൗട്ടായിട്ടുള്ള കാര്യമാണ്. എന്തായാലും കൊടുക്കാൻ നല്ല ചാൻസ് ഉണ്ട് കേട്ടോ. ഒരുപാട് നാളായില്ല 8 GB റാം വെച്ചുകൊണ്ട് ബാക്കിയുള്ള എല്ലാ പ്രോയിലും കൊടുക്കുന്നത്. അപ്പോൾ ഇപ്രാവശ്യം 12 GB റാമിലേക്ക് അപ്ഗ്രേഡ് വരാൻ നല്ല ചാൻസ് ഉണ്ട്. വന്നാൽ നല്ല കാര്യം. അപ്പോൾ പെർഫോമൻസിൻ്റെ ഭാഗത്തും നല്ലൊരു ഹൈ ലെവൽ ഇപ്രാവശ്യം ഐഫോണിൻ്റെ എല്ലാ ലൈനപ്പിലും വരുന്നുണ്ട്. എസ്പെഷ്യലി 17 എയറിലും നല്ല ലേറ്റസ്റ്റ് ആയിട്ടുള്ള ചിപ്പ് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനി ബാറ്ററിയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് അറിയാൻ വേണ്ടി എത്ര ആയിരിക്കും എന്നുള്ളൊരു ഡൗട്ട്. കാരണം ഏറ്റവും തിക്നെസ്സും കുറവാണ്, വെയിറ്റും കുറവാണ്. അപ്പോൾ ബാറ്ററിയും കുറവല്ലേ. ഓഫ് കോഴ്സ് ബാറ്ററി കുറവാണ്. 2800 mAh ബാറ്ററി മാത്രമേ ഇതിൽ വരുന്നുള്ളൂ. പക്ഷേ ഇതിൽ ഹൈ ഡെൻസിറ്റി ബാറ്ററിയാണ് യൂസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ നല്ലൊരു ബാറ്ററി ലൈഫും കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇറങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ അറിയുള്ളൂ. കാരണം ഇവർ പണ്ടൊക്കെ iPhone 12 mini ഒക്കെ ഇറക്കിയിട്ട് ഭയങ്കര അധികം എന്താ പറയുക ബാറ്ററിയേ ഇല്ല. ചെറിയ ഫോൺ ഇറക്കി, അത് ഒന്നൊന്നര ചെറിയ ഫോണായിരുന്നു. കോമ്പാക്റ്റ് എന്നൊക്കെ പറയാൻ അത്രക്കും ചെറിയ ഡിസ്പ്ലേ വെച്ചുകൊണ്ടായിരുന്നു ആ ഫോൺ അന്ന് ഇറങ്ങിയത്. അപ്പോൾ അതിൽ ബാറ്ററി നല്ല ഇത് കുറവാണ്. അത് നിർത്തി. ആ ഒരു മോഡൽ അന്ന് തന്നെ എനിക്കൊന്ന് 12 mini വരെ ഇറക്കിയിട്ട് ഡിസ്കണ്ടിന്യൂ ചെയ്തു. അപ്പോൾ ഇതിലേക്ക് വരുമ്പോൾ അങ്ങനെ ഏറ്റവും ചെറിയ ബാറ്ററി കൊടുത്തിട്ട് ഇറക്കുന്നുണ്ടെങ്കിൽ പോലും അതിൻ്റെ രീതിയിലുള്ള ഈ പറയുന്ന ഹൈ ഡെൻസിറ്റി ബാറ്ററി ആയതുകൊണ്ട് തന്നെ ബാറ്ററി ലൈഫ് കൂടുതൽ കിട്ടണം. അങ്ങനെ എന്തായാലും ഇറക്കത്തുള്ളൂ. നല്ല ബാറ്ററി ലൈഫും കൂടെ കിട്ടുമെന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചെറിയ ബാറ്ററി ആണെങ്കിൽ പോലും ബാറ്ററി ലൈഫ് കിട്ടും എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അത് ഇറങ്ങിയാൽ മാത്രമേ അറിയത്തുള്ളൂ എങ്ങനെയാണ് എന്താണെന്നുള്ളത്. പക്ഷേ 2800 mAh മാത്രമേ ബാറ്ററി വരുന്നുള്ളൂ കേട്ടോ. ഇനി ഇതിൻ്റെ പ്രൈസാണ്, ഏത് പ്രൈസിലാണ് വരുന്നത്. ഇപ്പം ലീക്ക് ആൻഡ് റൂമേഴ്സ് പറയുന്നത് ഒരു $900 to $1000 അതിൻ്റെ ഇടയിലായിരിക്കും ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് വരുന്നത്. അതായത് സ്റ്റാർട്ടിങ് ഐഫോണിൻ്റെ പ്രൈസ് ഒരു 80,000, 75,000, 80 ആ റേഞ്ചിൽ പ്രൈസിങ്ങിലായിരിക്കും ഈ ഒരു ഫോൺ വരുന്നത്. പ്രൈസ് റേഞ്ചും 1,00,000 രൂപക്ക് മുകളിലും വരുന്നില്ല. പക്ഷേ പ്രൈസ് ഒരിക്കലും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല. കാരണം പ്രൈസ് ആ ലോഞ്ച് ടൈമിൽ മാത്രമേ അറിയാൻ വേണ്ടി പറ്റൂ എത്ര ആയിരിക്കും പ്രൈസ് ഉള്ളത്. ബാക്കി സ്പെക്കും ഡിസൈനും ഒക്കെ നമുക്ക് ലീക്കായിട്ട് വരും. പ്രൈസ് അന്നായിരിക്കും നമ്മൾ ഞെട്ടുന്നത്, ഈ പ്രൈസിലായിരിക്കും വരുന്നത് എന്നുള്ളത്. എന്തായാലും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാളും പ്രൈസ് കൂടിയിട്ടായിരിക്കും എപ്പോഴും ഐഫോൺസ് ലോഞ്ച് ചെയ്യാറുള്ളത്. അപ്പോൾ ഇപ്രാവശ്യം അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് തോന്നുന്നുണ്ട്. അത് മാത്രമല്ല കേട്ടോ, ആ ഒരു പ്ലസ് മോഡലിൽ ഐഫോണിൻ്റെ ഇപ്പോൾ ഉള്ള 16+ ഇനി തൊട്ട് ആ ഒരു പ്ലസ് മോഡൽ ഉണ്ടാവില്ല. അതിൻ്റെ പകരമായിരിക്കും ഈ ഒരു എയർ എന്ന മോഡൽ. നല്ല കാര്യമാണ്. പ്ലസ് എന്ന മോഡൽ അധികം ആൾക്കാർ വാങ്ങാറില്ല, അല്ലെങ്കിൽ വാങ്ങേണ്ട ഒരു ആവശ്യമില്ല. എന്തിനാണ് വാങ്ങുന്നത്? അതിനെക്കാട് നല്ല പ്രോ എടുക്കുന്നില്ല നല്ലത്. അല്ലാതെ വെറുതെ ഒരു ഡിസ്പ്ലേ സൈസും ബാറ്ററിയും കൂടുതൽ ഇട്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ അത് ഇല്ലാത്ത നല്ല തന്നെയാണ്. പക്ഷേ ഇതിലേക്ക് വരുമ്പോൾ ഇതിന് സിംഗിൾ ക്യാമറ മാത്രമേ വരുന്നുള്ളൂ. ഒരുപാട് കാര്യങ്ങൾ ഇതിന് കുറവുമുണ്ട്. അതും കൂടെ നോക്കണം. നമുക്ക് നോക്കാം. എന്തായാലും സെപ്റ്റംബർ മാസം നമുക്കറിയാൻ വേണ്ടി പറ്റും ഇതിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള പ്രൈസും സ്പെക്കും എങ്ങനെയാണ്, എല്ലാ കാര്യങ്ങളും അറിയാൻ വേണ്ടി പറ്റും. അപ്പം ആ ഒരു വീഡിയോക്ക് വേണ്ടി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പം സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം, എന്നാലും അറിയാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പം ഈ ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇറ്റ്സ് യുവർ ഫ്രണ്ട് അഭിനവ് സൈനിങ് ഓഫ്. ബൈ.